നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ് പടനിലത്ത് CPM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച BJP പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ്. ശിക്ഷ ലഭിച്ചത് 6 പേർക്ക്. പ്രതികളുടെ ശിക്ഷയിൽ സംതൃപ്തിയെന്ന് ML രവി. ഓണലഹരിയിൽ മതിമറന്ന് കേരളനാട്. നാടെങ്ങും ഓണാഘോഷം. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും അത്തപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ചെറുക്കും. വാർത്തകൾ വിശദമായി. CPM പ്രവർത്തകനായ ചിറക്കടവ് പടനിലം മുട്ടിയാകുളത്ത് ML രവിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 BJP പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ്. ഓരോരുത്തർക്കും വിവിധ വകുപ്പ് പ്രകാരം അധിക ശിക്ഷയും പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ സംതൃപ്തനെന്ന് രവി പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ചിറക്കടവ് പടനിലത്ത് CPM പ്രവർത്തകൻ ML രവിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 പേർക്ക് ശിക്ഷ വിധിച്ചു. 7 വർഷം കഠിന തടവാണ് ശിക്ഷ. ശ്രീകാന്ത്, ഹരിലാൽ, അനന്തകൃഷ്ണൻ, രാജേഷ് തമ്പലക്കാട്, ഗോപൻ, ദിലീപ് പടിക്കമറ്റത്ത് എന്നിവർക്കാണ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി മോഹനകൃഷ്ണൻ 7 വർഷം കഠിന തടവ് വിധിച്ചത്. ഓരോരുത്തർക്കും വിവിധ വകുപ്പ് പ്രകാരം അധിക ശിക്ഷയും പിഴയും കോടതി വിധിച്ചു. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സജി S. നായർ ഹാജരായി. കേസിൽ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ സംതൃപ്തരാണെന്ന് രവി ML പറഞ്ഞു. എനിക്ക് നിലവിൽ അന്നത്തെ പരിക്കെന്ന് പറഞ്ഞാൽ 28 വെട്ടുകളാണ് ശരീരത്ത് ആകമാനം കിട്ടിയത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ കൈത്തണ്ടയുടെ ഈ ഭാഗത്തുണ്ടായ മുറിവ്, പിന്നെ ഈ ഷോൾഡർ ഭാഗത്തുനിന്ന് കൈ അറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ വാരിയല്ലുകൾ 5 എണ്ണം ഇപ്പോഴും ഒടിഞ്ഞാണ് ഇരിക്കുന്നത്. അത് വടിവാൾ കുത്തി അകത്ത് കയറ്റിയതാണ്. അപ്പോൾ ശ്വാസകോശം മുറിഞ്ഞു പോയി മരണത്തിൻ്റെ ഒരു സ്റ്റേജ് വരെ എത്തിയതാണ്. പിന്നെ ഇടത് കൈയ്യ് വെട്ടി പരിക്കേൽപ്പിച്ചു. തലയ്ക്ക് ഇവിടെ മുഖത്ത് മാരകമായ മുറിവേൽപ്പിച്ചു. പിന്നെ പുറത്ത് കാലുകൾക്ക് എല്ലാം മാരകമായിട്ട് മുറിവേൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2018 കേസ് നടന്നത്. CPM പ്രവർത്തകനായ രവിയെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. രവിയുടെ വീടിന് മുമ്പിൽ വാഹനത്തിൽ വെച്ച് രവിയെ മാരകായുധങ്ങളുമായി സംഘം ആക്രമിക്കുകയായിരുന്നു. 28 വെട്ടാണ് രവിക്കേറ്റത്. വലതുകൈ വെട്ടുകൊണ്ട് അറ്റു. ശരീരം ഭാഗികമായി തളർന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് രവി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടെങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുമ്പോൾ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഓണാഘോഷം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ M. ജയരാജ് ആഘോഷത്തിൽ പങ്കുചേർന്നു. ഓണാഘോഷം പൊടിപൊടിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയും ഒരുമിച്ച് ഓണസദ്യയും ഉണ്ടുമാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഓണാഘോഷം നടത്തിയത്. രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ഓണസദ്യയുമുണ്ട്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. പരാജിതരുടെ തിരിച്ചുവരവാണ് ഓണാഘോഷമെന്നും ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. നമുക്കറിയാം, ഓണം ഒരർത്ഥത്തില് പരാജിതന്റെ തിരിച്ചുവരവാണ്. ഓണത്തിന്റെ മിത്ത് മാവേലിയുടെ പാതാളത്തിലേക്ക് മാവേലി ചവിട്ടിത്താഴ്ത്തിയ കഥയാണ്. പക്ഷെ ആ മടങ്ങിവരവിനെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് മലയാളിയുടെ ഒരു പ്രത്യേക മനസ്സിനെ കൊണ്ട് രൂപപ്പെടുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും തമസ്കരിക്കപ്പെട്ടവൻ്റെയും ആരംഭമില്ലാത്തവൻ്റെയും അവൻ്റെ തിരിച്ചുവരവിൻ്റെ ആഘോഷങ്ങളാക്കി മാറ്റുമ്പോഴാണ് ഓണം യഥാർത്ഥത്തിൽ എൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലെത്തുന്നത്. മലയാളിയുടെ മനസ്സിൽ രൂപപ്പെട്ട ആ ഒരു സാമൂഹ്യ ഘടനയുടെ പിന്നിൽ ഓണത്തിന്റെ സങ്കല്പങ്ങളും ആഘോഷങ്ങളും ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാബിനറ്റ് ചാനലിന്റെ പ്രേക്ഷകർക്കും ചീഫ് വിപ്പ് ഓണാശംസകൾ നേർന്നു. മലയാളിയുടെ എക്കാലത്തെയും നിത്യവസന്തമായ, എക്കാലത്തെ മലയാളിയുടെ നിത്യകന്യകയായ ഓണക്കാലത്തെ ഒരിക്കൽ കൂടി വരവേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാബിനറ്റ് ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇവിടെ എല്ലാവർക്കും, നമ്മുടെ ഈ വാർത്തകൾ ശ്രമിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണാവധിക്കായി സംസ്ഥാനത്ത് സ്കൂളുകൾ അടച്ചു. ഓണാഘോഷമാണ് വെള്ളിയാഴ്ച സ്കൂളുകളിൽ നടന്നത്. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ അത്തപ്പൂക്കളം ഒരുക്കിയും വിവിധങ്ങളായ പരിപാടികളോടെയുമാണ് ആഘോഷം നടത്തിയത്. പരീക്ഷ ചൂട് കഴിഞ്ഞ് ആഹ്ലാദത്തിമിർപ്പിൽ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് HSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ഓണം കളറാക്കിയത്. ആഘോഷകരമായ കസേരകളെ ആരംഭിച്ചിരിക്കുകയാണ് പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളി പങ്കികളല്ലാത്ത മലയാളി പങ്കമാർ ഇവ അണിനിരക്കുന്ന ആവേശോജ്വലമായ സുന്ദരികൾ അണിനിരക്കുന്ന ആവേശോജ്വലമായ കസേരകളിൽ ഇത് കൈകാര്യം അരങ്ങേറുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ
കസേരയില്ലാതെ കസേര കളിച്ച് ലോക റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് തിരിക്കുന്നുണ്ട്. ഇതോ പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുന്ദരികളിത ആവേശോജ്വലമായ കസേര കളി ആരംഭിച്ചിരിക്കുന്നു. ഓണാഘോഷത്തെ തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ മത്സരങ്ങളും നടന്നു. കസേരകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, നാരങ്ങ സ്പൂൺ എന്നിങ്ങനെ വിവിധങ്ങളായ മത്സരങ്ങൾ നടന്നു. അധ്യാപകർ എന്നോ വിദ്യാർത്ഥികളെന്നോ അതിർവരമ്പുകളില്ലാതെ ഓണാഘോഷ മത്സരങ്ങളിൽ അധ്യാപകരും പങ്കുചേർന്നു. ഓണാഘോഷത്തെ തുടർന്ന് സ്കൂളിൽ പായസവും കൂട്ടി സദ്യയും ഒരുക്കിയിരുന്നു. രാവിലെ ആന്റോ ആന്റണി MP ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓണ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് MH, PTA പ്രസിഡന്റ് ജനീവ്, SMC ചെയർമാൻ അൻസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം. ഓണക്കാലത്താണ് പപ്പടം വിൽപ്പന പൊടിപൊടിക്കുന്നത്. പപ്പട നിർമ്മാണത്തിന്റെ വിശേഷങ്ങളിലേക്ക്. പപ്പടമില്ലാതെ ഓണസദ്യ ഉണ്ണാൻ കഴിയുമോ? പരിപ്പിനൊപ്പം പൊടിച്ചു ചേർക്കാനും അടപ്രഥമനും പഴത്തിനുമൊപ്പം ചേർത്തൊരു പിടിപിടിക്കാനും പപ്പടം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളുടെയും പോലെ പപ്പടത്തിന്റെ ഏറ്റവും സജീവമായ വിപണിയാണ് ഓണക്കാലം. ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പപ്പട കച്ചവടം പൊടിപൊടിക്കുകയാണ്. എന്നാൽ പലവിധ പ്രതിസന്ധികൾ പപ്പട നിർമ്മാണ മേഖലയെയും ആശങ്കയിലാഴ്ത്തുന്നു. ഉഴുന്ന് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളുടെ വില കൂടിയതാണ് പ്രധാന പ്രതിസന്ധി. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ പപ്പടം എത്തുന്നുണ്ട്. ഇതിനൊപ്പം വ്യാജന്മാരുടെ കടന്നുകയറ്റവും പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാണ്. ഇത്തവണ വ്യാജ പപ്പട നിർമ്മാതാക്കളെ തടയാൻ പപ്പട നിർമ്മാണ കമ്പനികൾ മുദ്ര എന്ന ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പപ്പട പാക്കറ്റുകളിൽ കെപ്മയുടെ ലോഗോയും അംഗത്വ നമ്പറും രേഖപ്പെടുത്തും. വാങ്ങുന്ന പപ്പടത്തിലെ ഈ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ കയറി പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ്, പ്രത്യേകതകൾ, ചേരുവകൾ എന്നിവ കാണാൻ കഴിയും. വ്യാജനെന്ന് തോന്നിയാൽ പരാതിപ്പെടാനുള്ള സൗകര്യവും ആപ്പിലുണ്ട്. ഭൂരിഭാഗവും യന്ത്രനിർമ്മിത പപ്പടങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ എത്തുന്നത്. തൃശൂർ, വയനാട് എന്നിവിടങ്ങളിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രധാനമായും പപ്പടം എത്തുന്നത്. ഇപ്പോൾ 100 പപ്പടത്തിന് 120 രൂപയ്ക്കാണ് വിൽപ്പന. ഉഴുന്നിന് ഉൾപ്പെടെ വില കൂടിയെങ്കിലും പപ്പടത്തിന്റെ വിലയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. വില വർദ്ധിപ്പിച്ചാൽ വിൽപ്പന കുറയുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. പ്രാവശ്യം ഓണത്തിൻ്റെ കച്ചവടം കുറവാണ്. വിപണിയൊന്നും സജീവമായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മന്ദഗതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പടക്കാരം, ഉഴുന്ന്, എണ്ണ, അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ. കൈകൊണ്ട് മാവ് പാകപ്പെടുത്തി പരത്തി ഉണക്കിയാണ് പരമ്പരാഗത നിർമ്മാണം. പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ 8 മണിക്കൂറിൽ ഒരാൾക്ക് ഏകദേശം 2000-ന് താഴെ മാത്രം പപ്പടമേ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. മഴക്കാലമാകുമ്പോൾ പപ്പടങ്ങൾ ഉണക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഉഴുന്നുവില 140 രൂപയായതോടെ പപ്പടമാവിൽ 40 രൂപ വിലയുള്ള മൈദ ചേർക്കുന്നതായി പരാതിയുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. 1 കിലോ ഉഴുന്നിൽ ഏകദേശം 250-300 പപ്പടം ഉണ്ടാക്കാം. പപ്പടക്കാരത്തിലുമുണ്ട് വ്യാജൻ. പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം ഉപയോഗിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ആപ്പിന്റെ പ്രവർത്തനം സജീവമാകുന്നതോടെ ഇത്തരം വ്യാജന്മാരെല്ലാം കുടുങ്ങുമെന്നാണ് പപ്പട നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പാല. ആശാദീപം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട ഓണാഘോഷം. 100 പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തും ചികിത്സാ സഹായം നൽകിയുമാണ് ഇവർ ഓണം ആഘോഷിച്ചത്. പൊൻകുന്നം അട്ടിക്കൽ കേന്ദ്രമായി കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന ആശാദീപം ചാരിറ്റബിൾ സൊസൈറ്റി വേറിട്ട രീതിയിലാണ് ഓണാഘോഷം നടത്തിയത്. നിരവധി പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തും രോഗികൾക്ക് ചികിത്സാ സഹായം നൽകിയുമാണ് ഇവർ ഓണം ആഘോഷിച്ചത്. പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ഓണാഘോഷം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. പാല RTO ദീപ KC ചികിത്സാ സഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ പല സംവിധാനങ്ങളും അതുപോലെ തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ ശ്രമിച്ചാലും ഓരോ പോയിന്റിലും ഓരോ കോണിലും സർക്കാരിന് സേവനങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സംഘടനകളാണ് എപ്പോഴും അത് അർഹിക്കുന്ന, അത് പഠന സാമഗ്രികൾ വിതരണമാണെങ്കിലും അതുപോലെ ചികിത്സയ്ക്ക് ആവശ്യമായ
സേവനം ചെയ്യുന്നതും അതുപോലെ ഒരുപാട് വീടുകൾ മെയിൻ്റനൻസ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഓരോ കേസുകളിലും എത്തിക്കാൻ ഇതുപോലുള്ള സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ആശാദീപം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ജോസ് KJ, സെക്രട്ടറി L ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി 100 പേർക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തിയ ഓണക്കിറ്റും ചികിത്സാ സഹായവും വിതരണം ചെയ്തു. 7 വർഷമായി പ്രവർത്തിക്കുന്ന ആശാദീപം നിർധരരായ നിരവധി കുടുംബാംഗങ്ങൾക്ക് വീട് വെച്ചു നൽകുകയും വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്. കോട്ടയം പ്രസ് ക്ലബ്ബ് നടത്തിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പോലീസിംഗിലേക്കുള്ള ഒരു ശ്രമമായിരിക്കും ജില്ലാ പോലീസ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. സാധാരണക്കാർക്ക് എപ്പോഴും പോലീസ് സ്റ്റേഷൻ ആക്സസിബിൾ ആയിരിക്കുക, അപ്രോച്ചബിൾ ആയിരിക്കുക എന്നുള്ളൊരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഞാൻ പരമാവധി നേതൃത്വം വഹിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ സമൂഹത്തിലെ ബേണിംഗ് ഇഷ്യൂസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം എതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് എപ്പോഴും മുൻപന്തിയിലുണ്ടാവും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കും ലഹരി പോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ ചെറുക്കുന്നതിനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണവിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. 4 ചാക്കുകളിലായി എത്തിച്ച 2500 പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പായിപ്പാട് പഞ്ചായത്തിൽ 12ാം വാർഡിൽ പ്രവീണിനെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. തൃക്കുളിത്താനം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഓണം ആഘോഷിച്ചു. ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോയവരെ ഉൾപ്പെടുത്തിയായിരുന്നു ഓണാഘോഷം. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഓണാഘോഷം നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോയ ജീവനക്കാരെ ആദരിച്ചു. ആശുപത്രി സൂപ്രണ്ട് അഭിലാഷ് T ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് അധ്യക്ഷനായി. ആശുപത്രി RMO ഡോക്ടർ അരുൺ, ഡോക്ടർ രേഷ്മ, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ R തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിയിൽ നിന്ന് സ്ഥലം മാറിപ്പോയവർക്ക് സൂപ്രണ്ട് മൊമന്റോ നൽകി ആദരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളമിടലും ഓണസദ്യയും കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നഗരമായി പാലാ മുനിസിപ്പാലിറ്റി. വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ പ്രഖ്യാപനം നടത്തി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോട്ടയം ജില്ലയിലെ ആദ്യ നഗരമായി പാലാ നഗരസഭ. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നഗരസഭയുടെ ഇന്നത്തെ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നടത്തി. സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി ഗുണങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിച്ച് അവരുടെ ശാക്തീകരണം ഉറപ്പാക്കുകയും സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും വികസന പദ്ധതികളിൽ പങ്കാളികളായി അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിനും ലക്ഷ്യം വെച്ച് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് നഗരസഭ കഴിഞ്ഞ 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. കോട്ടയം ജില്ലയിലെ ഇതര നഗരസഭകളായ ഏറ്റുമാനൂർ, കോട്ടയം, വൈക്കം, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യപടി എന്ന നിലയിൽ പാലാ നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ച വിവരശേഖരണം നഗരസഭാ സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് ധനേഷ് MS നേതൃത്വത്തിൽ നടത്തി. നഗരസഭാ പരിധിയിലെ 26 വാർഡുകളിലെയും 7894 വാസഗ്രഹങ്ങളിൽ ആൾതാമസമുള്ള 4877 വീടുകളിൽ നടത്തിയ സർവേയിൽ 14നും 64നും ഇടയിലുള്ള 178 പേർ ഡിജിറ്റൽ സാക്ഷരരല്ലെന്ന് കണ്ടെത്തി. തുടർന്ന് 26 വാർഡുകളിലേക്കുമായി 15 അംഗനവാടികൾ, മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ എന്നിവ കേന്ദ്രീകരിച്ച് ട്രെയിനിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. കിടപ്പ് രോഗികൾ, വയോധികർ തുടങ്ങിയവർക്കായി വീടുകൾ കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തി. മൊബൈൽ ഫോൺ ഓൺ ഓഫ് ആക്കുന്നതിൽ തുടങ്ങി ഓൺലൈനായി വിവിധ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനും ഓൺലൈൻ ഷോപ്പിംഗ്, ഗ്യാസ് ബുക്കിംഗ്, ടെലിഫോൺ, കറണ്ട്, വാട്ടർ ചാർജ് ഒടുക്കൽ തുടങ്ങിയ വിവിധ കാര്യങ്ങളിലും പരിശീലനം നടത്തി. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള വിവിധ വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി.
ഇമെയിൽ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനും യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവയുടെ ഉപയോഗവും സംബന്ധിച്ചും ട്രെയിനിംഗ് നടത്തി. 275 വോളണ്ടിയർമാരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്കായി പ്രവർത്തിച്ചത്. പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ എല്ലാ മേഖലയിലും ഉള്ള ജനങ്ങൾക്ക് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും വികസന പദ്ധതികളിൽ പങ്കാളികളായി അതിലേറെ ഫലങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ്. വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട്, ബിന്ദു മനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ് പടനിലത്ത് CPM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച BJP പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ്. ശിക്ഷ ലഭിച്ചത് 6 പേർക്ക്. പ്രതികളുടെ ശിക്ഷയിൽ സംതൃപ്തിയെന്ന് ML രവി. ഓണലഹരിയിൽ മതിമറന്ന് കേരളനാട്. നാടെങ്ങും ഓണാഘോഷം. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും അത്തപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ചെറുക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.